ഗ്രഹനില ചിന്തനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 19/8/2005 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. അവിട്ടമാണ്. അവിട്ടം 1-ാം പാദം, പുരുഷ ജാതകമാണിത്. 2005 എന്ന് പറയുമ്പോൾ താരതമ്യേന എളിയ പ്രായത്തിൽ, ചെറിയ പ്രായത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ്, പയ്യനാണ്. ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനില എടുക്കുമ്പോൾ വൃശ്ചിക ലഗ്നം, 2 ശൂന്യം, 3-ൽ ചന്ദ്രൻ, 4 ശൂന്യം, 5-ൽ രാഹു, 6-ൽ ലഗ്നാധിപനായിട്ടുള്ള കുജൻ, 7-8 ഭാവങ്ങൾ ശൂന്യം, 9-ൽ ഭാഗ്യസ്ഥാനത്ത് ബുധൻ, ശനി, 10-ൽ സൂര്യൻ, 11-ൽ ശുക്രൻ, ഗുരു, ഗുളികൻ, കേതു, 12 ശൂന്യം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ഞാൻ നേരത്തെ പറഞ്ഞു, ചെറുപ്പമുള്ള ഒരു പയ്യൻ ആയിട്ട് ഉള്ളൊരാളുടെ ഗ്രഹസ്ഥിതിയാണിത് എന്ന്. കുജലഗ്നം, ലഗ്നാധിപൻ കുജൻ്റെ ക്ഷേത്രത്തിൽ തന്നെ 6-ൽ നിൽക്കുന്നു. കുജൻ എന്ന് പറയുമ്പോൾ തന്നെ അല്പസ്വല്പം പിടിവാശി, ദേഷ്യം, കടുംപിടുത്തം, ദുർവാശിയൊക്കെ കാണിക്കുന്ന ആളുകൾ പൊതുവെ ഇത്തരം ലഗ്നങ്ങളിൽ വന്ന് ജനിക്കാറുണ്ട്. ഇദ്ദേഹവും സമാനം തന്നെയാണ്. അതായത് ചെറിയ കാര്യങ്ങൾക്ക് പോലും അച്ഛനോ അമ്മയോ എന്തെങ്കിലും വാണിംഗ് കൊടുക്കുകയോ അല്ലെങ്കിൽ ശാസിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ മുറിയിൽ കയറി ഡോറടച്ചിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഇദ്ദേഹം. പെട്ടെന്ന് പിണങ്ങുകയും, 5-ലാണ് രാഹു നിൽക്കുന്നത്, അതുപോലെ തന്നെ പെട്ടെന്ന് ഡൗൺ ആവുകയും പെട്ടെന്ന് ദേഷ്യം വരികയും ഒക്കെ ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ഇദ്ദേഹം. പഠിക്കാൻ വളരെ ബ്രില്യൻ്റാണ്. പക്ഷേ അതിശക്തമായ മടി അഡിക്ഷനായി കൊണ്ടു നടക്കുന്ന ഒരാൾ കൂടിയാണ് ഇദ്ദേഹം. എല്ലാ കാര്യങ്ങൾക്കും, പഠനം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് മാത്രമല്ല, മറ്റെല്ലാ കാര്യങ്ങൾക്കും തന്നെ, ദൈനംദിന കാര്യങ്ങൾക്കായാലും പൊതുവെ മടി കൂടുതലുള്ള ഒരു ജാതകൻ കൂടിയാണിത്. അത് സംബന്ധമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളും അദ്ദേഹം ഇപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് വരാം. ഇദ്ദേഹത്തിൻ്റെ 3-ലാണ് ചന്ദ്രൻ, 5-ലാണ് രാഹു. മനസ്സിൻ്റെ സ്ഥാനത്ത് 5-ൽ രാഹുവിൻ്റെ ദശ നടക്കുന്നു. 2011 തൊട്ട് 2029 വരെ രാഹുദശയിലാണ് ഇദ്ദേഹത്തിൻ്റെ സഞ്ചാരം. ഇദ്ദേഹത്തിൻ്റെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് ഹെൽത്ത് ഇഷ്യൂസാണ്. അതായത് അമിതമായ വണ്ണം, ഏതാണ്ട് 17-18-19 വയസ്സ് ആ ഒരു പ്രായത്തിനിടയിൽ തന്നെ 110 കിലോയിലധികം വണ്ണമുണ്ട്. അതായത് ശരീരഭാരമുണ്ട് ഇദ്ദേഹത്തിന് എന്ന് പറയുമ്പോൾ ഊഹിക്കാം അതെന്ത് തരം വണ്ണമായിരിക്കുമെന്ന്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഭക്ഷണ രീതി എന്ന് പറയുന്നത്. ഫാസ്റ്റ് ഫുഡിന് അഡിക്ഷൻ ഉള്ള ഒരാൾ കൂടിയാണ്. അതായത് ഫാസ്റ്റ് ഫുഡ് മേടിച്ച് കൊടുത്തില്ല എങ്കിൽ വീട്ടിൽ നേരത്തെ പറഞ്ഞതുപോലെ ഡോറടച്ച് മുറിക്കാതിരിക്കുന്ന ഒരു സ്വഭാവം, അല്ലെങ്കിൽ ഒരു വിചിത്ര സ്വഭാവമൊക്കെ ഇദ്ദേഹത്തിനുണ്ട്. ഈ 5-ലൊക്കെ രാഹു, മനസ്സിൻ്റെ സ്ഥാനത്തൊക്കെ രാഹു നിന്ന് കഴിഞ്ഞാൽ, അതും 5-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം വ്യാഴം നിൽക്കുന്നത് 11-ൽ ഗുളികനോടും കേതുവിനോടും ചേർന്നിട്ടാണ്. ഒരു മെൻ്റൽ ബാലൻസിങ് എന്ന് പറയുന്ന പ്രോസസ്സ് താരതമ്യേന മറ്റുള്ളവരെ അപേക്ഷിച്ച് ഇദ്ദേഹത്തിന് കുറവാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പറഞ്ഞ ഡോറടച്ചിരിക്കുക, വാശി കാണിക്കുക, ദുർവാശി കാണിക്കുക പോലെയുള്ള, പിന്നെ പ്രത്യേകിച്ച് കുജലഗ്നവുമാണ്. കടുംപിടുത്തങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതാണ് ശരി എന്ന് പറയുന്ന ഒരു തന്മയി ഭാവം ഇത്തരക്കാർ പൊതുവെ കാണിക്കുന്നുണ്ട്. അതിലേക്ക് ഈ 2 കാര്യങ്ങൾ അങ്ങേയറ്റം നെഗറ്റീവാണ്. 5-ലെ രാഹുവും 5-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ഗുളികനോടും കേതുവിനോടും നിൽക്കുന്നു. രാഹുവിൻ്റെ ദശയും നടക്കുന്നു. ഈ 3 കാര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ജീവിതവുമായി ബന്ധപ്പെട്ട് അങ്ങേയറ്റം നെഗറ്റീവായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ രോഗസ്ഥാനത്താണ് ഈ പറയുന്ന കുജൻ. അവിടേക്ക് 3, 7, 10 നിൽക്കുന്ന രാശിയിൽ നിന്നും 3, 7, 10 ഭാവങ്ങളിലേക്ക് ശനി ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ശനിയുടെ ദൃഷ്ടി കുജനിലേക്ക് വരുന്നത് അഗ്നിമാരുതം, അതായത് തീയും കാറ്റും എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥ, രോഗങ്ങളുമായോ അസുഖങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇദ്ദേഹം ഇപ്പോൾ 2-3 ദിവസങ്ങൾക്ക് മുൻപ് വൈദ്യസഹായമൊക്കെ തേടിയിരുന്നു. തലകറക്കം പോലെയുള്ള ഇഷ്യൂസ്, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള വിയർപ്പ്, പെട്ടെന്ന് കിടന്നിട്ട് എണീക്കുന്ന സമയത്തൊക്കെ വിയർപ്പ് പോലെയുള്ള അസുഖങ്ങൾ ഇദ്ദേഹത്തിനിപ്പോൾ ഫേസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് എന്നെ വിളിച്ചത്. അപ്പോൾ ഇത്രയും വണ്ണമുള്ള, യാതൊരു വർക്കൗട്ട് ചെയ്യാനുള്ള, എക്സർസൈസുകൾ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തിന് വീട്ടിൽ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കാശ് ഇറക്കി തന്നെയാണ് അതെല്ലാം ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിലൊന്നുപോലും കൈകൊണ്ട് തൊട്ടില്ല എന്ന് പറയുമ്പോൾ ഇദ്ദേഹം ആ അസുഖങ്ങളെ ഫേസ് ചെയ്യാൻ ബാധ്യസ്ഥനാണ്. തർക്കമൊന്നുമില്ല. അതും ഹെവി ഫുഡ് കഴിക്കുകയും ചെയ്യും. അതും ദോഷകരമായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ സ്ഥിരമായി കഴിക്കുകയും, യൂട്യൂബ് പോലെയുള്ള സോഷ്യൽ മീഡിയ വാച്ച് ചെയ്ത ശേഷം കണ്ണിൽ കണ്ടത് മുഴുവൻ കടകളിൽ നിന്ന് വാങ്ങി വരുത്തി സ്വന്തം തന്നെ പാചകം ചെയ്ത് കഴിക്കുന്നതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ഹോബി എന്ന് പറയുന്നത്. അപ്പോൾ ഊഹിക്കാം അത്തരമുള്ള ഒരാളുടെ വർക്കൗട്ട് പോലെയുള്ള എക്സർസൈസ്, സ്ഥിരമായ വ്യായാമം പോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇത്തരം ആഹാര രീതി
പിന്തുടർന്ന് വന്നാൽ എന്തായിരിക്കും ഒരാൾക്ക് സംഭവിക്കുക, എന്തൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് അദ്ദേഹത്തിന് വരാമുള്ളത് അണ്ടർസ്റ്റുഡ് ആണ്, എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. അത് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാന കുഴപ്പവും. ഇദ്ദേഹത്തിൻ്റെ ജാതകമാണ്, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ആഹാര പദാർത്ഥങ്ങളുമായി രാഹു കേതു പോലെയുള്ള ഗ്രഹങ്ങൾക്കൊക്കെ അതിൻ്റെ രാശിയൊക്കെ വന്നു കഴിഞ്ഞാൽ, മീൻസ് ദശയൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇത്തരം എല്ലാം ശരിയാണ്, ഞാൻ ചെയ്യുന്നതാണ് ശരി എന്ന് പറയുന്ന ഒരു മിഥ്യാധാരണയിൽ ഇവർ കാര്യങ്ങൾ നീക്കിക്കൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് ദോഷങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന നെഗറ്റീവ്സ് വന്നുകൊണ്ടേയിരിക്കും. അതുതന്നെയാണ് അക്ഷരാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. അതുപോലെ തന്നെ എനിക്ക് ഹസ്തരേഖയുമായി വലിയ ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, എൻ്റെ ബേസ് ചുമ്മാ അറിയാം എന്ന് മാത്രമേ ഉള്ളൂ. ഇദ്ദേഹത്തിൻ്റെ വലത് കൈയിലെ ആയുർരേഖ പരിശോധിക്കുന്ന സമയത്ത് ആയുർരേഖയിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു കട്ട് ചെയ്തിട്ടാണ് ആയുർരേഖ കിടക്കുന്നത്. അതും ഹെൽത്ത് ഇഷ്യൂസുമായും ഈ പറയുന്ന ഗ്രഹനിലയുമായും അതിന് ബന്ധമുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുക്കുന്ന സമയത്ത് 7ാം ഭാവാധിപൻ 1, 2, 3, 4, 5, 6, 7 ശുക്രൻ നിൽക്കുന്നത് 11-ൽ നീചസ്ഥനായി ഗുളികനോടും കേതുവിനോടും ചേർന്ന് മോശമാണ്, അങ്ങേയറ്റം മോശമാണ്. അത് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന ജാതകവശാലുള്ള ഒരു നെഗറ്റീവ് കൂടിയാണ്. വിവാഹപ്രായമൊന്നും ആയിട്ടില്ല എന്നിരുന്നാൽ തന്നെയും 1, 2, 3, 4, 5, 6 ഇദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന വിവാഹകാരകനായിട്ടുള്ള 7ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഗുളികനോടും കേതുവിനോടും ചേർന്ന് നീചസ്ഥനായി നിൽക്കുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം മോശം തന്നെയാണ്. നോക്കിയും കണ്ടുമല്ല വിവാഹം കഴിക്കുന്നത് എങ്കിൽ. അതിലേക്ക് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. രാഹു നിൽക്കുന്ന രാശിയിൽ നിന്ന് 1, 2, 3, 4, 5, 6, 7 7ലേക്ക് കേതു നിൽക്കുന്ന രാശിയിലേക്ക് സ്വാഭാവികമായി എല്ലാ ജാതകങ്ങളിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഇവിടെ കേതുവിൻ്റെ ദൃഷ്ടി കേതുവിലേക്കുള്ള ദൃഷ്ടി എന്നതിലുപരിയായി 5ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം വ്യാഴം, അവിടേക്ക് രാഹു ദൃഷ്ടി ചെയ്യുന്നു. അതുപോലെ തന്നെ 5ൽ രാഹു നിൽക്കുന്നു. അതുപോലെ തന്നെ വിവാഹകാരകനായിട്ടുള്ള 7ാം ഭാവാധിപൻ നീചസ്ഥനായി നിൽക്കുന്ന രാശിയിലേക്ക് അവിടെ ഗുളികനുമുണ്ട്. അതിലേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് എരിതിയിൽ എണ്ണയൊഴിക്കുന്ന ഒരവസ്ഥ വിവാഹവുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഇദ്ദേഹത്തിന് വളരെ കൂടുതലാണ്. പ്രേമമോ പ്രണയമോ അല്ലെങ്കിൽ മുൻ പരിചയമുള്ളതോ ഒക്കെ ആയിട്ടുള്ള ഏതെങ്കിലും ബന്ധങ്ങളിലായിരിക്കും ഇദ്ദേഹം ചെന്ന് ചാടുന്നതും അത് വിവാഹത്തിലെത്താൻ സാധ്യത കൂടുതലുള്ളതും. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം മാനസികമായിട്ടുള്ളതോ അല്ലെങ്കിൽ മറ്റുള്ള ബുദ്ധിമുട്ടുകളോ ഒക്കെ അനുഭവിക്കാനുള്ള സാഹചര്യം ഇത് പ്രകാരം വളരെയധികം സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ള ആളുകൾ പൊതുവേ ചെയ്യേണ്ടത് താനുമായി ഇണങ്ങിപ്പോകുന്ന ആളെയാണോ താൻ പ്രണയിക്കുന്നത്, അല്ലെങ്കിൽ അവരോട് സംസാരിക്കുമ്പോൾ അറിയാമല്ലോ എന്താണ് അവരുടെ ഒരു വേവ് ലെങ്ത്, ഒരു വൈബ് എന്താണ് എന്നുള്ളത്. അങ്ങനെ യോജിച്ചു പോകുമെന്നുണ്ടെങ്കിൽ മാത്രം അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക. എടുത്തു ചാടി വിവാഹം പോലെയുള്ള കാര്യങ്ങളിൽ ഇദ്ദേഹം തീരുമാനമെടുക്കുന്നത് പൂർണ്ണമായും അബദ്ധമായിരിക്കും. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ദുഃഖങ്ങളും വിഷമതകളും ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. 5ാം ഭാവത്തിൽ നിൽക്കുന്നത് രാഹുവാണ്. അദ്ദേഹത്തിൻ്റെ ദുശീലങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പോൾ അത്തരമുള്ളൊരു വിവാഹമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ്സോ അദ്ദേഹത്തിന് ഫേസ് ചെയ്യേണ്ടി വന്നാൽ മെൻ്റൽ ബാലൻസിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അവിടെ കൃത്യമായി വർക്ക് ആകില്ല. അതുപ്രകാരം ഇദ്ദേഹത്തിന് മാനസികമായിട്ടുള്ള ഡിപ്രഷൻ പോലെയുള്ള ഡീപ്പ് ഡിപ്രഷൻ പോലെയുള്ള സ്റ്റേജുകളെയൊക്കെ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുക്കുന്ന സമയത്ത് കുജദശയിലായിരുന്നു ജനനം. 19/8/2005 തൊട്ട് 2011 ഏപ്രിൽ 1-ാം തീയതി വരെ കുജദശയായിരുന്നു. അതിനുശേഷം രാഹു 2029 വരെ. അതിനുശേഷം ഗുരുവാണ് 16 കൊല്ലം 2045 വരെ. അതിനുശേഷം ശനി 2064 വരെ. അതിനുശേഷം ബുധൻ 2081 വരെ. ശേഷം കേതു, ശുക്രൻ എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. രാഹു ദശയിലൂടെയാണ്. 5ൽ നിൽക്കുന്ന രാഹുവാണ്, മോശമാണ്. 5ലെ രാഹു ഒന്നും ഒട്ടും നല്ലതാണ് അല്ലെങ്കിൽ വളരെ ഗംഭീരമാണ് എന്നൊന്നും പറയാൻ കഴിയില്ല. 3, 6, 8, 11 ഭാവങ്ങളിൽ രാഹു നിൽക്കുന്ന ആളുകൾക്ക് നല്ലതാണ് എന്ന് ജ്യോതിഷം പറയുന്നുണ്ട്. എങ്കിൽ പോലും അത്തരം ആളുകൾ പോലും ഏറിയ പങ്കും നെഗറ്റീവ്സ് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ രാഹുവൊക്കെ വളരെ മോശമാണ് എന്ന് തന്നെ, പ്രത്യേകിച്ചും മാനസികമായിട്ടുള്ള കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾക്കുമൊക്കെ വളരെ മോശമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ശ്രദ്ധിച്ചേ മതിയാകൂ, അല്ലെങ്കിൽ സൂക്ഷിച്ചേ മതിയാകൂ. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ രാഹുദശയ്ക്ക് ശേഷം വരുന്ന ഗുരുദശ 5ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹമാണ്, നല്ലതാണ്. പക്ഷേ നിൽക്കുന്നത് നിർഭാഗ്യവശാൽ ഗുളികനോടും കേതുവിനോടും നീചസ്ഥനായി നിൽക്കുന്ന ശുക്രനോടും ചേർന്നിട്ടാണ്. അതും മോശമാണ്. വ്യാഴത്തെ കൊണ്ട് വലിയ ഗുണാനുഭവങ്ങൾ ഇദ്ദേഹത്തിന് ലഭിക്കണം എന്നില്ല. സ്വതവേ രാഹുവൊക്കെ മോശമായി നിൽക്കുന്ന ആളുകൾക്ക് രാഹു 16 കൊല്ലത്തേക്ക്, ഈ ഗുരു 16 കൊല്ലത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് നല്ല ഗുരുവാണെന്നുണ്ടെങ്കിൽ ഈ രാഹുവിൽ പോയതും അല്ലെങ്കിൽ രാഹുവിൽ അനുഭവിച്ചതുമായിട്ടുള്ള കഷ്ടനഷ്ടങ്ങളെല്ലാം മാറി വലിയ രീതിയിൽ തന്നെ ജീവിതം ഉയരുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഗുളികനോടൊപ്പമൊക്കെ
ഗുരു അല്ലെങ്കിൽ കേതുവിനോടൊപ്പമൊക്കെ അല്ലെങ്കിൽ നീചസ്ഥനായി നിൽക്കുന്ന ശുക്രനോടൊപ്പമൊക്കെ ഗുരു എന്ന് പറയുന്ന അവസ്ഥ ഒട്ടും തന്നെ നല്ലതല്ല എന്ന് ചിന്തിക്കേണ്ടി വരും. 10ലാണ് ഇദ്ദേഹത്തിൻ്റെ സൂര്യൻ. വളരെ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റ് കൂടിയാണ്. നല്ലവണ്ണം വരയ്ക്കും, നല്ല സ്കില്ലുള്ള ആളാണ്. മറ്റുള്ള ആളുകൾ 10 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ടുന്ന കാര്യം ഇദ്ദേഹം 5 മിനിറ്റ് കൊണ്ട് ചെയ്യും. അത്തരം സ്കില്ലുകളൊക്കെ ഇദ്ദേഹത്തിനുണ്ട്. 10ൽ സൂര്യനാണ്. ഇദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യാനൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ടാകുന്ന ഒരു ജാതകാവസ്ഥ കൂടെ ഇദ്ദേഹത്തിനുണ്ട്. പക്ഷേ അവിടേക്ക് സുഗമമായി എത്തിച്ചേരണമെങ്കിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇദ്ദേഹം ഒരു അച്ചടക്കം പാലിച്ചേ തീരൂ. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഇദ്ദേഹം ചിന്തിച്ചേ തീരൂ, പ്രവർത്തിച്ചേ തീരൂ. അല്ലാതെ ഒരു കാരണവശാലും ഈ പറയുന്ന ജാതകവുമായി ബന്ധപ്പെട്ട് സുഗമമായിട്ടുള്ളൊരു മുന്നോട്ട് പോക്ക് സാധ്യമല്ല. പ്രത്യേകിച്ചും ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ, വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ, മനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ. അതുപോലെ തന്നെ 10ലേക്ക്, അതായത് നിൽക്കുന്ന രാശിയിൽ നിന്ന് ഗുളികൻ 2ലേക്കും 12ലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ 10ലേക്ക് ഗുളികൻ്റെ ദൃഷ്ടിയുണ്ട്, നല്ലതല്ല. 10ൽ സൂര്യനുണ്ട് എന്ന് പറയുന്നത് വലിയൊരു ആശ്വാസം തന്നെയാണ് അപ്പോഴും. അതുപോലെ തന്നെ 12ലേക്കും ഗുളികൻ്റെ ദൃഷ്ടിയുണ്ട്. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ കാശ് ചിലവാക്കുക, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക പോലെയുള്ള ദുശീലങ്ങളൊക്കെ ഇപ്പോഴും തന്നെ ഇദ്ദേഹത്തിനുണ്ട്. ആവശ്യമില്ലാത്തത് എന്താണോ അത് അദ്ദേഹത്തിന് വേണം. അതിപ്പോൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത് അച്ഛനാണ്. ഇദ്ദേഹം സ്വയം ധനം സമ്പാദിക്കുന്ന സമയത്തും അതേ ശീലം തന്നെ തുടരാനുള്ള, അതുവഴി നെഗറ്റീവ്സ് ഉണ്ടാകാനുള്ള സാധ്യതയും ഇതുവഴി വളരെ പ്രധാനമാണ്. അങ്ങനെയൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ജാതകമെന്ന് പറയുന്നത്. ശ്രദ്ധിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതുമായിട്ടുള്ള ഒരു ഗ്രഹനിലയുള്ള ഒരാൾ കൂടിയാണ് ഇദ്ദേഹം. അത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി. മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കേണ്ടതുണ്ട്. ഇദ്ദേഹത്തിൻ്റെ നടപ്പ് ദശ ഞാൻ പറയാൻ വിട്ടുപോയി എന്ന് കരുതുന്നു. രാഹുവിൽ ശുക്രനാണ് ഇദ്ദേഹത്തിന് ഇപ്പോൾ നടക്കുന്ന ദശാപഹാരം എന്ന് പറയുന്നത്. 19/10/2022 തൊട്ട് 18/10/2025 വരെയുള്ള കാലം ഇദ്ദേഹത്തിന് രാഹുവിൽ ശുക്രനാണ്. രാഹുദശ, അതായത് 5ാം ഭാവാധിപനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്ന രാഹുവും 7ാം ഭാവാധിപനായിട്ടുള്ള ശുക്രനും, അതായത് ഫോൺ ഉപയോഗമൊക്കെ അല്പസ്വല്പം കൂടുതലുള്ള ഒരാൾ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ ശുക്രൻ എന്നൊക്കെ പറയുന്ന സമയത്ത് റൊമാൻസ് പോലെയുള്ള, ടീനേജ് റൊമാൻസ് പോലെയുള്ള ഏടാകൂടങ്ങളിലൊക്കെ ചെന്ന് ചാടാൻ പറ്റിയ സമയവുമാണ്. രാഹു അതിനെല്ലാം എടുത്ത് ചാടിക്കുകയും ചെയ്യും. അസാമാന്യമായിട്ടുള്ള ധൈര്യം കാണിക്കും. എല്ലാം ചെയ്യാൻ കഴിയും, ഞാൻ എല്ലാമാണ് എന്നുള്ള തോന്നലൊക്കെ അദ്ദേഹത്തിന് ഉണ്ടാകും. പക്ഷേ ചെയ്യുന്നതെല്ലാം അബദ്ധമായിരിക്കും. അതാണ് മോശം. രാഹു പോലെയുള്ള കാര്യങ്ങളിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചിന്തിച്ചാലോ അല്ലെങ്കിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചാലോ ഉള്ള പൊതുവേ ഉള്ള പല ആളുകൾക്കും കണ്ടുവരുന്ന ഫലമെന്ന് പറയുന്നത്. അതുകൂടെ ഞാനിവിടെ സൂചിപ്പിക്കുന്നു. നന്ദി.